ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടെ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കും. അതിലൊരു വിട്ടുവീഴ്ചയും കേരളത്തിലുണ്ടാവില്ല. പക്ഷേ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. ആ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമിതാവേശം ആരും കാട്ടരുത്. പാതി വന്ന സാധനമായിട്ട് വിധി പറയാൻ വന്നേക്കല്ല്. കമ്മ്യൂണിസ്റ്റുകാർ സ്വർണം കെട്ടുന്ന കള്ളമായിട്ട് ഈ വഴി നടക്കരുത്. അവിടെ സ്വർണ്ണമോഷണം നടത്തിയ പോറ്റി അവിടെ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് കത്ത് കൊടുത്തിട്ടല്ല. നിങ്ങൾ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുകയാണ് ഈ കേസ്. സുവർണാവസരമായിട്ട് കുറേ ആളുകൾ കൊണ്ട് നടക്കുകയാണ്. ഇതൊന്നും നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുകയാണോ? അഡ്വക്കേറ്റ് അനിൽകുമാർ, 2519 ഗ്രാം സ്വർണമാണ് ശബരിമല ശ്രീകോവിലിന്റെ വാതിലുകൾ സ്വർണം ക്ലാഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. മാക്ഡവൽസ് ഗ്രൂപ്പ് 1998-99 കാലയളവിൽ ആ 2519 ഗ്രാം ക്ലാഡ് ചെയ്ത സ്വർണമുള്ള വാതിൽ മാറ്റിയിട്ട് വേറൊരു വാതിൽ തേക്കിൽ നിർമ്മിച്ച് ചെമ്പടിച്ച് 324 ഗ്രാം സ്വർണം പൂശിയിട്ടുള്ള ആ വാതിൽ പകരം വെക്കാണ്, റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഈ ആദ്യത്തെ വാതിൽ അവിടുത്തെ ഒരു വഴിപാട് കൗണ്ടറിന്റെ അവിടെ ഇട്ടിരിക്കുകയായിരുന്നു. ഈ വിജിലൻസിന്റെ പരിശോധന വന്ന സമയത്ത് അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയെന്നാണ് ഹൈക്കോടതി തന്നെ പറയുന്നത്. അപ്പോൾ 2.5 കിലോ സ്വർണം തകിടായി ക്ലാഡ് ചെയ്തിട്ടുള്ള ഒരു വാതില് മാറ്റിയിട്ട് വെറും 324 ഗ്രാമിന്റെ വാതിൽ വെക്കുമ്പോൾ ആദ്യത്തെ വാതിൽ എവിടെ പോയി, അത് എങ്ങോട്ട് ആരടിച്ചുകൊണ്ട് പോയി എന്നുള്ള ചോദ്യം സംഗതമാണല്ലോ. ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ഒരു പരിശോധന നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത് അനസ്യൂതം ഓരോരോ സ്വത്തായി ഇങ്ങനെ കൊണ്ടുപോയനെ എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ഇനി പറഞ്ഞു നിൽക്കാൻ കഴിയുമോ? അല്ല, ഇപ്പോൾ പുതുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതി വിശദമായ ഉത്തരവാണ് ഇന്നലെ ഇട്ടത്. ആ ഉത്തരവിൽ കോടതിയുടെ ശ്രദ്ധപ്പെടുത്താത്തൊരു കാര്യം കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്താം. 16/6/2023 ബഹുമാനപ്പെട്ട ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തന്ത്രി ഒരു കത്തെഴുതുന്നത്. തന്ത്രി എഴുതിയ കത്തിനകത്ത് പറയുന്നത് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ അടക്കമുള്ള കാര്യങ്ങൾ വിടവുണ്ട്, കുഴപ്പങ്ങളുണ്ട്, അത് അടിയന്തരമായി നവീകരിക്കണം. അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടും തന്ത്രി പറയുന്നുണ്ട്. അത് 2023 നിങ്ങൾ വളരെ വേഗം 2023 കാര്യമാണ് പറഞ്ഞത്. അതെ, 2019 ഈ വാതിൽ മാറ്റി വെച്ചിരിക്കുന്നത്. 2019 മാറ്റി വെച്ച വാതിലാണ് ഈ വിടവ്. 2023 അതെ, ഞാൻ പറഞ്ഞോട്ടെ, അഭിലാഷം കേൾക്കണ്ട. 2023 ആരംഭിച്ചൊരു പ്രക്രിയയുടെ തുടക്കം എവിടെ നിന്നാണെന്നാണ് ചോദ്യം. ആ തുടക്കത്തിൽ തന്ത്രിയുടെ ഒരു ഭാഗം എന്തുകൊണ്ട് ഹൈക്കോടതി കണ്ടില്ല? ഹൈക്കോടതിയുടെ ഉത്തരവ് ഞാൻ വിശദമായി വായിച്ചു. 2024 മുതലുള്ള ചരിത്രമേ കോടതിക്കറിയാവൂ. അപ്പോൾ ഇതുവരെയുള്ള ഒരു കടലാസിലും തന്ത്രിയുടെ ഈ കത്ത് വന്നിട്ടില്ലേ? 2019 തന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ടോ? ഇപ്രകാരം ഇത് മാറ്റി നവീകരിക്കേണ്ടതാണ് എന്ന ആവശ്യം തന്ത്രി ഉയർത്തിയിട്ടുണ്ടോ? ശബരിമലയിൽ തന്ത്രി എന്ന് പറഞ്ഞ ആൾ വഴിപോക്കനാണോ? തന്ത്രിക്ക് അധികാരങ്ങളുണ്ടോ? ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു വസ്തുത, ബഹുമാനപ്പെട്ട തന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു സ്വർണ്ണക്കടയിൽ നിന്നാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ട പോറ്റിയുടെ ആ കളവിൻ്റെ ഭാഗമായി ഒരു ഭാഗം സ്വർണം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുത എന്താണ്? 2019 25 അവിടുത്തെ നടപടിക്രമങ്ങളുടെ തുടക്കക്കാരൻ തന്ത്രിയാണ്. അല്ല, ഒരു സെക്കൻഡ്, അവിടെ ചില ചോദ്യങ്ങൾ സാധ്യമാണ്. ഷാനിൽകുമാർ, ഒന്ന്, തന്ത്രി പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞ ഒരു കാര്യം എന്നോട് ഇങ്ങനെ ഒരു കത്ത് തരാൻ ആവശ്യപ്പെട്ടു. ഞാനത് പറയട്ടെ. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർമാർ പറയട്ടെ, എന്നോട് ഒരു കത്ത് ആവശ്യപ്പെട്ടു, ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് തന്ത്രി പറയുന്നുണ്ട്. അപ്പൊ തന്ത്രിയോട് ആദ്യമേ ഇങ്ങനെ ഒരു നീഡുണ്ട് എന്ന രീതിയിൽ ഒരു കത്ത് ആവശ്യപ്പെടുന്നു, അദ്ദേഹം അത് കൊടുക്കുന്നു. അപ്പൊ ഗൂഢാലോചനയുടെ തുടക്കക്കാരനായി തന്ത്രിയെ പ്രതിഷ്ഠിക്കുകയാണോ? അല്ല, ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ കണ്ണിൽ ഇങ്ങനത്തെ കത്ത് പെടാതെ പോകുന്നത് എന്തുകൊണ്ട്? അതിന് കാരണമുണ്ട്. ഇത് പറയാൻ കാരണം എന്താണ്? ശബരിമലയിലെ തന്ത്രി തന്നെ പ്രധാന തന്ത്രിയായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് പോലെ ബാംഗ്ലൂരിലെ ഒരു അയ്യപ്പ ക്ഷേത്രം. അവിടുത്തെ ശാന്തിക്കാരനായിരുന്നു പോറ്റി. ആ പോറ്റിയെ 2004
ശബരിമലയെ കൊണ്ടുവന്നത് ശബരിമലയിലെ കീഴ്ശാന്തിയുടെ കരിക്കർമ്മിയായിട്ടാണ്. എങ്ങനെയാണ് ഈ പോറ്റിയോടെ വന്നത്? അന്നിരിക്കുന്ന ദേവസ്വം ബോർഡ് ചുമന്നുകൊണ്ട് വന്നതാണോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് 2004 ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രസിഡന്റ് കൊണ്ടുവന്നതാണോ? അല്ല. പോറ്റി അവിടെ കടന്നു കയറിയതിൽ തന്ത്രിക്ക് ഒരു പങ്കുണ്ട് എന്നത് മറച്ചു വെച്ചിട്ട് ആര് ചർച്ച നടത്തിയാലും ചർച്ച സത്യമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നൊരു കാര്യം, ഇപ്പോൾ കോടതി ചെയ്യുന്നൊരു കാര്യത്തിലെ പെശകെന്താണ് അത് ഞാൻ പറയാം. കേസ് വിളിക്കുന്നു, SITയെ കോടതി നേരിട്ട് കേൾക്കുന്നു, ഉത്തരവിറക്കുന്നു. ഇതെന്ത് നീതിപീഠമാണ്? എന്ത് നീതിന്യായമാണ്? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഉത്തരവിറക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ കേൾക്കണം. ബന്ധപ്പെട്ടവരെ കേൾക്കാതെ ഉത്തരവിറക്കുന്നത് ഏത് നീതിന്യായമാണ് നമ്മുടെ രാജ്യത്ത്? ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. കേസ് വിളിക്കുന്നു, SIT വരുന്നു, അടച്ചിട്ട മുറിയിൽ വക്കീലന്മാരെല്ലാം ഇറക്കിയിട്ട് കേസ് കേൾക്കുന്നു. അത് കഴിഞ്ഞ് ഡിക്റ്റേഷൻ കൊടുക്കാൻ നേരത്ത് എല്ലാവരും വാതിൽ തുറക്കുന്നു, എല്ലാവരും കയറി വിടുന്നു. ഇങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടത്. തെറ്റാണ്, ഞാൻ തിരുത്താം. അല്ല, പത്രപ്രവർത്തകർക്ക് അറിയാമെങ്കിൽ നിങ്ങളും പറഞ്ഞുകൊള്ളുക. എന്നിട്ട് വിശദമായ ഉത്തരവാണ്. ഈ ഉത്തരവിൽ ഏതെങ്കിലും ഭാഗത്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എതിർഭാഗത്തെ വാദങ്ങളുണ്ടോ? അതിൻ്റെ ഭാഗമായി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉത്തരവിൽ വന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഉദാഹരണമായിട്ടൊരു വാചകം വായിക്കാം. അഭിലാഷിൻ്റെ കയ്യിൽ ആ ഉത്തരവുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഉണ്ടെങ്കിൽ അഭിലാഷ് ആ ഉത്തരവിലെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. ഞാൻ ഒറ്റ വാചകം വായിക്കുന്നുള്ളൂ. പാരഗ്രാഫ് നമ്പർ 24. 24ാം പാരഗ്രാഫിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ദി ബോർഡ് ആൻഡ് ഇറ്റ്സ് ഓഫീസേഴ്സ് വെയർ ഫുള്ളി അവെയർ ദാറ്റ് മിസ്റ്റർ പോറ്റി വാസ് എ പേഴ്സൺ who had retained the leaf over gold amounting to approximately 474.97 grams. 497.97 ഗ്രാം സ്വർണം കൈവശം വെച്ചിരിക്കുന്ന ഒരാളാണ് പോറ്റി എന്ന് ദേവസ്വം ബോർഡുകാർക്കെല്ലാം അറിയാമായിരുന്നുവെന്നാണ് 24ാം നമ്പർ പാരഗ്രാഫിലെ ഉത്തരവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, സത്യത്തിൽ SITയുടെ അന്വേഷണത്തിലല്ലേ ഇത് കണ്ടെത്തിയത്? അപ്പോൾ ഈ 2025 ഈ വാതിൽപ്പാളുകളോ അല്ലെങ്കിൽ അതുപോലത്തെ ഇവിടുത്തെ ഈ ദ്വാരപാലക ശില്പങ്ങളോ നവീകരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അല്ല, അങ്ങ് ഇതിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു ശ്രീ അനിൽകുമാർ. എന്റെ കയ്യിൽ 474 ഗ്രാം സ്വർണം ബാക്കിയുണ്ട്, ലെഫ്റ്റ് ഓവർ ഗോൾഡ് എന്ന് ഈ ഉത്തരവിൽ പറയുന്ന 474 ഗ്രാം സ്വർണം എന്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു. ആ ഇമെയിൽ സ്വീകരിച്ചത് ആരാന്ന് അറിയാമോ? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് N. വാസു. അപ്പൊ N. വാസു എന്ത് ചെയ്തു? ആ ഇമെയിൽ അദ്ദേഹം തിരുവാഭരണം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തു. തിരുവാഭരണം കമ്മീഷണറും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം ബോർഡ് അറിഞ്ഞ കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബോർഡിന് അറിയാമായിരുന്നു, ബോർഡ് പ്രസിഡന്റ് N. വാസുവിനും തിരുവാഭരണം കമ്മീഷണർക്കും അറിയാമായിരുന്നു 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ ഗോൾഡ് ആയിട്ടുണ്ട് എന്ന്. അത് അറിഞ്ഞിട്ടും നിങ്ങൾ പിന്നെയും എന്തിനാണ് അയാൾക്ക് തന്നെ 2024 വിളിച്ച് ഈ പരിപാടി കൊടുത്തതെന്നാണ് കോടതി ചോദിച്ചത്. വളരെ ന്യായമായ സംഗതമായ ഒരു ചോദ്യമല്ലേ അത്? അതെ, ഞാനൊന്ന് പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയത് പറയാം. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയച്ച മെയിലിനകത്ത് ഇങ്ങനൊരു 474.97 ഗ്രാം എന്നൊരു കണക്കുള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മെയിൽ കയ്യിലുണ്ടെങ്കിൽ ഒന്നെടുത്ത് വായിക്കുക. അല്ല, പറയട്ടെ സാർ, ഒരു കാര്യം ഞാൻ ദയവായി കേൾക്കുക. നമ്മളൊരു ചർച്ച പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ വളരെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. അനുവദിക്കും അങ്ങേ. പറയട്ടെ സാർ, ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. എൻ്റെ പോയിന്റ് ഞാൻ പറയട്ടെ. N. വാസു എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോറ്റി ഒരു കത്തയക്കുന്നു, അല്ലെങ്കിൽ മെയിൽ അയക്കുന്നു. പ്രസിഡന്റ് അയക്കുന്ന കത്തിൽ സ്വർണം പൂശിയതിന് ശേഷം കുറച്ച് സ്വർണം മിച്ചമുണ്ട്, അത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡുമായിട്ട് യോജിച്ചൊരു പദ്ധതി വെക്കാവോ? ഇവിടെ ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ട് N. വാസുവിൻ്റെ മകൾക്ക് കല്യാണത്തിനെന്നൊക്കെ കേട്ടു. അങ്ങനെ കോൺഗ്രസ്സുകാർ വാദിച്ചോട്ടെ, ഞാൻ അവത്തെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പറയണത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണത്, ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടെ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കും. അതിലൊരു വിട്ടുവീഴ്ചയും കേരളത്തിലുണ്ടാവില്ല.
പക്ഷേ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. ആ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമിതാവേശം ആരും കാട്ടരുത്. പാതി വന്ന സാധനമായിട്ട് വിധി പറയാൻ വന്നേക്കല്ല്. കമ്മ്യൂണിസ്റ്റുകാർ സ്വർണം കെട്ടുന്ന കള്ളമായിട്ട് ഈ വഴി നടക്കരുത്. അവിടെ സ്വർണ്ണമോഷണം നടത്തിയ പോറ്റി അവിടെ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് കത്ത് കൊടുത്തിട്ടല്ല, കൊണ്ടുവന്നത് തന്ത്രി കുടുംബത്തിൽ നിന്നാണ്. മാത്രമല്ല, ഈ തന്ത്രിയുടെ കുടുംബത്തിൻ്റെ കല്യാണം സമീപകാലത്ത് നടന്നപ്പോൾ ഈ പോറ്റി അവിടെ ഉണ്ടായിരുന്നോ? ഞാനീ പറയേണ്ടത്, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരു ഗവൺമെന്റാണ്. ശരി, അല്ല അന്തസ്സായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്. അല്ലല്ല, ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഞങ്ങളെ എത്ര എന്നാ സ്വർണം കെട്ടവർ, കമ്മ്യൂണിസ്റ്റുകാർ കട്ടു, അമ്പലം കട്ടു, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നത്, ഒരു അന്വേഷണം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചെയ്യാൻ പാടില്ലാത്തതാണിത്. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, അല്ല അത് അങ്ങോട്ട് പറഞ്ഞല്ലോ, അന്വേഷണത്തിൽ ഇടപെടരുത്. അന്വേഷണ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. പറയാമോ? ഇപ്പൊ തന്നെ 5 ഉത്തരവ് കോടതി ഉത്തരവ് പറയുള്ളൂ. ദയവായി കേൾക്കൂ, ദയവായി ഒന്ന് കേൾക്കൂ. കേൾക്കൂ ദയവായി. ഞാൻ ഉന്നയിച്ചു കഴിഞ്ഞില്ല. അല്ലല്ല, ഒരു കേസ് ഞാൻ കോടതിയുടെ വിധി ഞാൻ വായിക്കാൻ തോന്നിട്ട് കുറേ കാലമായി, 35 കൊല്ലമായി. ഞാൻ അതിനുമുമ്പ് പഠിക്കും വായിച്ചിട്ടുണ്ട്. വിധി വായിക്കുമ്പോൾ ഞാൻ കാണുന്നത് വാദിഭാഗം എന്ത് പറഞ്ഞു, പ്രതിഭാഗം എന്ത് പറഞ്ഞു, അല്ലെ എതിർഭാഗം എന്ത് പറഞ്ഞു. ആ കൂടെ അല്ല പറയട്ടെ. അപ്പൊ ഒരു കാര്യമുണ്ട്, കോടതിക്ക് എന്താ പറ്റിയത് തെറ്റ്? ദേവസ്വം ബോർഡെന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബോർഡെന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി അല്ല, വ്യക്തിയല്ല, ലീഗൽ എൻറ്റിറ്റിയാണ്. അതിലെ എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ ദേവസ്വം ബോർഡ് ഭാരവാഹികളും എല്ലാം കൂടെ ജോയിൻ്റ് ആയിട്ടൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ സർക്കംസ്റ്റാൻസിലേക്ക് പോകണം. അവിടെയാണ് എൻ്റെ അവകാശവാദം. ഞാൻ അവകാശപ്പെടുന്നു CPM-ന് വേണ്ടി. എന്താണ് അവകാശവാദം? ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പോറ്റിയും തമ്മിൽ തർക്കമുണ്ടായി. എന്തിലാണ് തർക്കം? ദ്വാരപാലക ശില്പങ്ങളിലെ പീഠങ്ങളുമായി ബന്ധപ്പെട്ട തർക്കം. അതിലിവിടുത്തെ ദേവസ്വം ബോർഡിനെ കള്ളനാക്കാൻ പോറ്റി നോക്കി. ദേവസ്വം ബോർഡ് പ്രതികരിച്ചു. അവസാനം പോറ്റി കള്ളനാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ദേവസ്വം ബോർഡും പോറ്റിയും പരസ്പരം ഏറ്റുമുട്ടിയിട്ടാണ് ഈ വസ്തുതകൾ പുറത്തു വന്നത്. ഇതിന് പകരം കുറേ ആളുകൾ രാഷ്ട്രീയ താല്പര്യം വെച്ച് പോറ്റിക്ക് വേണ്ടി ദേവസ്വം ബോർഡിനെ ആക്രമിക്കുന്നു. ഏത് ദേവസ്വം ബോർഡ്? പോറ്റിയെ അതിന്റെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വന്ന പാളിച്ചകൾ എണ്ണി പറഞ്ഞാൽ നമ്മൾ എണ്ണി തീരില്ല. നോക്കൂ, ഏറ്റവും പ്രമാദമായ ഈ കാര്യം തന്നെ അവരുടെ മിനിറ്റ്സ് പരിശോധിച്ചല്ലോ കോടതി. മിനിറ്റ്സിൽ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. ഏത്? ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൊടുത്തുവിട്ടത് പോലും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മിനിറ്റ്സിൽ വലിയ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ട്, ഒന്നാമത്തെ വശം. രണ്ടാമത്തത് വളരെ കാതലായ പ്രശ്നം. ഇപ്പോൾ അന്ന് 2019 പോറ്റി ഈ സ്വർണം കൊണ്ടുപോയ സമയത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അതിനുശേഷം ഈ 2024 ഈ ചർച്ചകൾ നടക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു. ആ സമയത്താണല്ലോ വീണ്ടും ഇത് കൊടുത്തുവിടാനുള്ള ശ്രമങ്ങൾ നടന്നത്. കോടതി ചോദിക്കുന്നു, ബോർഡ് പ്രസിഡന്റ് ഇതിന്റെ അർജൻസി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കണം എന്ന ഒരു ഹേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കി. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇത് കൊടുത്തുവിട്ടില്ല. സീസൺ ജനുവരിയിൽ കഴിഞ്ഞു, മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരുപാട് സമയമുണ്ടായിരുന്നു. ക്ഷേത്ര മാനുവൽ അനുസരിച്ച്, കോടതിയുടെ ഉത്തരവുകൾ അനുസരിച്ച് ആ ക്ഷേത്ര പരിസരത്ത് തന്നെ, ക്ഷേത്ര വളപ്പിൽ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യണം എന്ന് തിരുവാഭരണ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തിരുന്നു. 8 ദിവസത്തിന് ശേഷം തിരുവാഭരണ കമ്മീഷണർ ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റുന്നു. എഗെയിൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു. അടുത്ത സീസൺ ആവുന്നതിന് ഒരു 2 മാസം മുമ്പ് വീണ്ടും ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിടാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇത് കോടതിയുടെ കണ്ണിൽ പൊടിയിടലാണ്, കൺകെട്ടാണ് എന്ന് കോടതി പറയുന്നു. വളരെ ന്യായമായി ഒരു നിയമജ്ഞനല്ലാത്ത ഒരു സാധാരണ മനുഷ്യന് തോന്നുന്ന സംശയമല്ലേ? 2024 സെപ്റ്റംബർ മാസത്തിൽ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി അനിവാര്യമാണെന്ന് ബോർഡിന് തോന്നുന്നു. ആണല്ലോ, കേൾക്കൂ. 2024 സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പത്തിന്റെ അറ്റകുറ്റപ്പണി അനിവാര്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ജനുവരിയിൽ സീസൺ കഴിഞ്ഞല്ലോ, മകരവിളക്ക് കഴിഞ്ഞു, സമയമുണ്ടായിരുന്നു. അവിടെ വെച്ച് അറ്റകുറ്റപ്പണി ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തായിരുന്നു ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിടണമെന്ന നിർബന്ധം?
ഇനി കേട്ടല്ലോ ഞാൻ എനിക്കിനി പറയാമല്ലോ പറയാം. ഒന്നാമത്തെ കാര്യം 2019 2021 പ്രവൃത്തിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ എന്ത് വേണം? 2019 പോറ്റി സ്വർണം കട്ടത്, 2020 പോറ്റി സ്വർണം കട്ടോ? നമുക്ക് അതിൽ തന്നെ ആദ്യം തീർപ്പാക്കാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? 2019 മോഷണം നടന്നത്. 2019 മോഷണം മറച്ചു വെക്കാനായിരുന്നു 2024 25 ഈ ഏർപ്പാടാണല്ലോ കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങ് ഉത്തരവ് വായിച്ച ആളാണ്. ആ ഉത്തരവ് ആർക്കും ബാധകമല്ല, എഴുതിയാക്കും ബാധകമല്ല. അത് മനസ്സിലാക്കിക്കോണം. അത് എഴുതിയാക്കും ബാധകമല്ല. അത് തന്നെ ഒന്നാമതായി മനസ്സിലാക്കണം. പാർട്ടി കോടതി കോടതിയുടെ ആരെങ്കിലും എഴുതിയാൽ ഉടനെ പാർട്ടി കോടതി അല്ലാതുകൊണ്ടാണ്. അത് തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടുതരാം. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് തരാം. ഞാൻ പറയട്ടെ, ഞാൻ അങ്ങോട്ട് പറയട്ടെ. നമ്മുടെ രാജ്യത്തൊരു നീതിന്യായ പീഠത്തിൽ ഞാൻ 10-15 കൊല്ലം പോയൊരു വക്കീലാണ്. 2 ഭാഗം കാണും, അല്ലെ 3 പല ഭാഗങ്ങൾ കാണും. ഇതിലൊരു ഭാഗം എന്താണ്? ഞാൻ ഒരു വക്കീൽ നിലയ്ക്ക് ഈ വിധിവായ വായിക്കും മനസ്സിലാകുന്നത് 2025 മോഷണം, 2019 മോഷണം. മോഷണം 2019. 2020 മോഷണം നടന്നിട്ടില്ല എന്നുള്ള തെളിവെന്താ? ഒന്നാമത്തെ തെളിവ് 2020 കൊണ്ടുപോയത് എത്ര കിലോ എന്ന് വ്യക്തതയുണ്ട്. തിരിച്ചു കൊണ്ടുവച്ച് എത്ര കിലോ എന്ന് വ്യക്തതയുണ്ട്. കൊണ്ടുപോയതും കൊണ്ടുവന്നതും കോടതി അറിയിച്ചോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ വീഴ്ച പറ്റിയത് കോടതി ഒരിക്കൽ മാപ്പാക്കി കൊടുത്തു. മാപ്പാക്കി കൊടുത്ത കാര്യം പിന്നെയും തികട്ടി വരുന്ന കാര്യം എന്തിനാ? അങ്ങനെ തികട്ടേണ്ട കാര്യമില്ലാർക്കും. ഒരിക്കൽ കോടതി തീർത്തു കൊടുത്താൽ പിന്നെ ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച പരിശോധിച്ച് തീരുമാനമാക്കിയൊരു കാര്യമല്ലേ. ഇനി തീർന്നിട്ടില്ലേ തീർക്കണ്ട, അത് കൈകാര്യം ചെയ്തു. അതിന് പകരം 2019 മോഷണവുമായിട്ട് കൂട്ടിക്കെട്ടി ഒരു ആഖ്യാനം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു ചോദിക്കുക. വലിയ ചർച്ചയായിരുന്നല്ലോ ഈ ദ്വാരപാലക ശില്പങ്ങൾ. ഞാൻ പറയാം ഏതൊരു കോടീശ്വരന് വിറ്റു. അത് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റു എന്ന് പറഞ്ഞ വീരന്മാരുണ്ടല്ലോ കേരളത്തിൽ. ഈ ശില്പങ്ങളൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ കൊണ്ട് വിറ്റു എന്ന് പറഞ്ഞ് കേട്ടല്ലോ. ഏത് അടിസ്ഥാനത്തിലാണ് കോടതി ഇത് പറയണത്? കോടതി ഇപ്പോൾ ഒരു പേര് പറയുന്നു, സുഭാഷ് കപൂറോ, എനിക്കറിയത്തില്ല അങ്ങനെ ആളെ. സുഭാഷ് കപൂർ ആന്റിക് മോഷ്ടാവുണ്ട്, ഇപ്പൊ കിട്ടി. അപ്പൊ ശരി, അത് ഏത് കടലാസിൽ എഴുതിയിരിക്കുന്നു? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ ലോകത്തെ മുഴുവൻ കാര്യം ഒരു കോടതി വിധിയിൽ എഴുതാൻ പറ്റുമോ? അല്ല, കോടതി പറഞ്ഞത് സുഭാഷ് കപൂർ ഒക്കെ ചെയ്തത് മാതിരിയുള്ള ഏർപ്പാടാണോ ഇത് സംശയമുണ്ടെന്നാണ്. അത് ശരി. അവിടെയാണ് ഇപ്പൊ പറയേണ്ടത്. ഒരു കേരളത്തിൽ കോടതി കണ്ടെത്തി പറയാൻ പാടില്ല. സർക്കാരിനെ അല്ലല്ല പറയട്ടെ. പറയൂ. അല്ലല്ല ആ പരിപാടിയൊന്നും വേണ്ട. പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരായി രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി കടന്നാക്രമണം നടത്താൻ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു സുഭാഷ് കപൂറിന്റെ പേര് എവിടുന്ന് കിട്ടിയെന്ന് വ്യക്തമാക്കാൻ ബാധ്യതയില്ലേ? നിങ്ങൾ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുകയാണ് ഈ കേസ്. സുവർണാവസരമായിട്ട് കുറേ ആളുകൾ കൊണ്ട് കണക്കാണ്. ഇതൊന്നും നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുകയാണോ? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഏത് നിയമപരമായ പരിശോധനയും ഗവൺമെൻറ് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ പ്രശ്നം കുറ്റവാളിയെ പിടിക്കലാണ്. ഏതറ്റം വരെയും പോയി എല്ലാ കുറ്റവാളിയും പിടിക്കും. ചൂണ്ടിക്കാണിച്ച് നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും. നമ്മൾ കേട്ടതാണ് കേരളത്തിൽ.